ഇന്നത്തേത് നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. റിസപ്ഷനിലാണ് ഞങ്ങൾ പോണത്. ഞാനും ഏട്ടനും രാവിലെ പോയിട്ട് എടുത്ത ഡ്രസ്സാട്ടോ അത്. ഒരുങ്ങാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ. ഞാനൊരു മണിക്കൂർ മുന്നേ ഒരുങ്ങും, ഏട്ടൻ പിന്നെ 10 മിനിറ്റ് കൊണ്ട് കുളിയും ഒരുക്കവും ഒക്കെ കഴിയും. ഫാമിലിയിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളിങ്ങനെ ഒരു ഗ്യാങ് ആയിട്ടാട്ടോ പോവുക. ആദ്യം എല്ലാവരുടെ ഒരുക്കങ്ങളും കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങും. എന്നിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. എന്നിട്ടാണ് ഞങ്ങൾ പോവുക. പിന്നെ 2 ദിവസമായിട്ട് ഞാൻ ലല്ലപ്പൻ്റെ വയ്യൽ ഫോണും കൊണ്ട് നടക്കണ കാരണം അവന് തന്നെ ഒരു ഡൗട്ടാണ് ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് വെച്ചിട്ട്. പിന്നെ ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചിട്ട് എല്ലാവരും നല്ല സ്റ്റാൻഡിൽ അങ്ങോട്ട് നിന്ന് തരും കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർ കാറിലും ഞങ്ങൾ 2 ആളും ബൈക്കിലാട്ടോ പോണേ. ഞങ്ങൾ വലിയ ഫാമിലി ആയിരിക്കൊണ്ട് കുറേ ആൾക്കാരുണ്ട്. അവിടെ നിന്ന് നേരെ ഒരു ജ്വല്ലറിക്കാട്ടോ പോയത്. ലല്ലുട്ടന് ബർത്ത്ഡേക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റിങ്സൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒരു വളയാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. എനിക്ക് പിന്നെ ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് എപ്പോഴും എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ കേട്ടോ. അതുകൊണ്ട് അതൊന്നും നോക്കണ്ട. പിന്നെ എവിടെ പോയാലും മിറർ കണ്ടാൽ പിന്നെ ഒരു ഫോട്ടോ എടുക്കണം, അത് നിർബന്ധമാണ്. ഇവർ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്, ഞാനത് വീഡിയോ എടുത്തതാണ്. അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഒന്നും കിട്ടൂല, അതുകൊണ്ടാണ്. അമ്മായിൻ്റെ വക അല്ലേ, ഇവിടെ നോക്കില്ലല്ലോ. അങ്ങനെ പിന്നെ ലല്ലുട്ടൻ്റെ ഒരു വക പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തേക്ക് പോയിട്ടോ. ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നു റിസപ്ഷൻ. പിന്നെ കല്യാണത്തിന് പോയാൽ ചോറ് കഴിക്കാനല്ല നമ്മൾ ആദ്യം പോകേണ്ടത്, ചെക്കനും പെണ്ണിനെയും കാണണം. ചെക്കനെയും പെണ്ണിനെയും കണ്ടിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാൻ. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഏട്ടൻ്റെ റിപ്പോർട്ടെത്തി, ചോറ് കഴിഞ്ഞു. അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.